അസ്സലാമു അലൈക്കും സുഹൃത്തുക്കളെ, ഫൈസൽ വടപറാണ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരൊറ്റ ശത്രു ഇല്ലാതെ ലോകത്ത് ആരെങ്കിലും ഉണ്ടോ? എല്ലാവർക്കും ശത്രുക്കളുണ്ടാകും. ശത്രുക്കളെ നമ്മൾ സൃഷ്ടിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, താനേ ഉണ്ടാകും ശത്രുക്കൾ. ശത്രുവില്ലാതെ ജീവിക്കുക എന്നത് സാധിക്കുമെന്ന് തോന്നുന്നില്ല. പക്ഷെ ആരോടും ശത്രുത വെക്കാതെ നമുക്ക് ജീവിച്ചു നോക്കാമല്ലോ. ആരോടും ശത്രുത വെക്കാതെ ജീവിക്കാൻ കഴിഞ്ഞാൽ അതൊരു വലിയ നേട്ടം തന്നെയാണ്. കഴിയോ നമുക്കങ്ങനെ ജീവിക്കാൻ? കഴിയണം. പ്രത്യേകിച്ച് ഭൂമിയിലുള്ള ഒരു മനുഷ്യനോടും ശത്രുത വെക്കാതെ, ആരോടും വിദ്വേഷം വെക്കാതെ, വൈരാഗ്യമില്ലാതെ നല്ല ഹൃദയവുമായി ജീവിക്കുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ള പണിയാണ്. അങ്ങനെ ജീവിച്ചാൽ അതിൻ്റേതായ ഗുണം നമുക്ക് ലഭിക്കുകയും ചെയ്യും. തൻ്റെ ഒരു അനുചരനെക്കുറിച്ച് അദ്ദേഹം സ്വർഗത്തിൽ പ്രവേശിച്ചു എന്ന് പ്രവാചകർ പറഞ്ഞത് നമുക്കറിയാം. അദ്ദേഹം സ്വർഗത്തിൽ പ്രവേശിച്ചു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അതിൻ്റെ കാരണം അന്വേഷിക്കാൻ ചെന്ന മറ്റൊരു സഹാബിക്ക് മനസ്സിലായത് അദ്ദേഹം ജീവിതത്തിൽ ഒരാളോടും വെറുപ്പില്ലാത്ത സ്വഭാവത്തിനുടമയാണ് എന്നതാണ്. ആ സ്വഭാവം തന്നെയാണ് അദ്ദേഹത്തെ സ്വർഗ അവകാശിയാക്കി മാറ്റിയത് എന്നാണ് അദ്ദേഹം പോലും വിലയിരുത്തുന്നത്. ശത്രുക്കൾ ഉണ്ടാകുന്നത് ഒരു കണക്കിന് നമുക്ക് നേട്ടമാണ്. ശത്രുക്കളില്ലാത്തവരുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് പുരോഗതിയൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. ഒരാൾ നമ്മളെ എതിർക്കാനും ഇകഴ്ത്താനും മോശമാക്കാനും ഒക്കെ ശ്രമിക്കുമ്പോഴാണ് അതിനെ മറികടക്കണമെന്ന ചിന്ത നമുക്കുണ്ടാവുക. എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ മടിയനായി മാറാൻ സാധ്യതയുണ്ട്. ഒരു കണക്കിന് നമ്മളെ കർമ്മോത്സുകനും ഊർജ്ജസ്വലനുമാക്കുന്നത് നമ്മുടെ ശത്രുക്കൾ തന്നെയാണ്. ശത്രു എന്ന് പറയുന്നത് ഒരു വ്യക്തിയാകണമെന്നില്ല. ഒരുപക്ഷെ വ്യക്തികളോ പ്രസ്ഥാനങ്ങളോ ആയേക്കാം. പരസ്പരം കടുത്ത മത്സരങ്ങളോ പോരാട്ടങ്ങളോ ഒക്കെ ഉണ്ടാവുകയും ചെയ്യാം. മത്സരങ്ങൾ ഉണ്ടാകുന്നത് രണ്ട് ടീമുകൾ ഉണ്ടാകുമ്പോഴാണ്. അതല്ലെങ്കിൽ മത്സരം ഉണ്ടാവില്ലല്ലോ. വ്യാപാര രംഗത്തായാലും കായിക രംഗത്തായാലും ഒക്കെ ഒരു ടീമിനെ അതിജയിക്കണമെന്ന്, അവരെക്കാൾ മികച്ച പ്രവർത്തനം കാഴ്ചവെക്കണമെന്ന വാശി നമ്മളിലുണ്ടാകുമ്പോഴാണ് നമ്മൾ കൂടുതൽ ഊർജ്ജസ്വലരാകുന്നത്, കൂടുതൽ കർമ്മ രംഗത്തേക്ക് വരുന്നത്. ഏതൊരുത്തനും തൻ്റെ ശത്രുവിനെ തിരിച്ചറിയൽ അനിവാര്യമാണ്. ശത്രുവിനെ തിരിച്ചറിയാതെ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ ഏത് വഴിയിലൂടെയാണ് ആ ശത്രു നമ്മെ ആക്രമിക്കുക എന്ന് പറയാൻ കഴിയില്ല. ശത്രുക്കൾ നമ്മെ മുച്ചൂടും നശിപ്പിക്കാൻ പോകുന്നവരാണെങ്കിൽ അവരിൽ നിന്ന് രക്ഷ നേടാനുള്ള പ്രവർത്തനങ്ങളും നമ്മൾ കൈക്കൊള്ളേണ്ടതുണ്ട്. മറ്റുള്ളവർക്ക് നമ്മളോട് ശത്രുതയുണ്ടാകുന്നതിൻ്റെ കാരണങ്ങൾ ഒരു പക്ഷേ നമ്മുടെ പ്രതിഭയായിരിക്കാം, അതല്ലെങ്കിൽ നമ്മുടെ അനുഗ്രഹങ്ങളായിരിക്കാം. മറ്റുള്ളവർക്ക് ലഭിക്കുന്ന നേട്ടങ്ങളും കഴിവുകളുമൊക്കെ നമ്മെ അസ്വസ്ഥരാക്കുന്നുവെങ്കിൽ തീർച്ചയായും നമുക്ക് അവരോട് ശത്രുത വളരാൻ അത് കാരണമാകും. അത്തരം ചിന്താഗതികൾ നമ്മളിൽ വളർന്നു വരാതിരിക്കാൻ നമ്മൾ ജാഗ്രത പുലർത്തണം. മാനവകുലത്തിൻ്റെ പൊതുശത്രുവായി പിശാചിനെ നിശ്ചയിച്ചിട്ടുണ്ട്. ലോകത്ത് ഏറ്റവും വലിയ ശത്രു അത് പിശാചാണ്. പിശാചിൻ്റെ കുടില മനോഗതിയും ചതിയുമൊക്കെ നിങ്ങൾ സൂക്ഷിക്കണമെന്ന് മുന്നറിയിപ്പ് വിശുദ്ധ ഖുർആൻ നൽകിയിട്ടുണ്ട്. മനുഷ്യർക്കിടയിൽ വിദ്വേഷവും ശത്രുതയും സൃഷ്ടിച്ചെടുക്കാൻ പിശാച് നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കും. രണ്ട് വ്യക്തികൾക്കിടയിലോ കുടുംബങ്ങൾക്കിടയിലോ പ്രസ്ഥാനങ്ങൾക്കിടയിലോ ശത്രുത സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന മൂന്നാമനായ പിശാചിനെ മനസ്സിലാക്കിയാൽ ബന്ധങ്ങൾക്ക് പരിക്ക് പറ്റാതെ കാത്തു സൂക്ഷിക്കാവുന്നതാണ്. വർഷങ്ങളായി തുടരുന്ന വൈരാഗ്യത്തിൻ്റെയും വിദ്വേഷത്തിൻ്റെയും യഥാർത്ഥ കാരണം എന്താണെന്ന് പലർക്കും അറിയില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇനി അഥവാ കണ്ടെത്തി തിരിച്ചറിഞ്ഞാൽ തന്നെ അതിനിസാരമായ കാരണങ്ങളായിരിക്കും പല ശത്രുതയ്ക്കും പിന്നിലെന്നതാണ് സത്യം. ശത്രുത വെച്ച് പുലർത്തുന്നവരോട് നീതികേട് കാണിക്കാനുള്ള ത്വരയും വളർന്നു വരാൻ സാധ്യതയുണ്ട്. നിർമ്മാണാത്മകമായ ചിന്തകളിൽ നിന്നും ശത്രുത നമ്മെ പിറകോട്ട് വലിച്ചുകൊണ്ടേയിരിക്കും. സമയനഷ്ടവും സേവന വിരക്തിയും സമ്മാനിക്കും. കുടില ചിന്തകൾ വളരുകയും സമാധാനം നഷ്ടപ്പെടുകയും ചെയ്യും. അവസരങ്ങൾ സമർത്ഥമായി ഉപയോഗപ്പെടുത്തിയും ആത്മാർത്ഥ സ്നേഹം നൽകിയും ബുദ്ധിപരമായ നീക്കത്തിലൂടെ ഏത് ശത്രുവിനെയും കീഴ്പ്പെടുത്താവുന്നതാണ്. മദ്രസ പഠനകാലത്തെ ഒരു അനുഭവം പറയാം. പാഠ്യവിഷയങ്ങളിൽ പുറകിലാവുകയും കലാലയ നിയമങ്ങൾക്ക് എതിര് നിൽക്കുകയും ചെയ്ത ഒരു വിദ്യാർത്ഥിക്കെതിരെ നടപടിയെടുക്കുകയും ശിക്ഷ നടപ്പിലാക്കുകയും ചെയ്ത അധ്യാപകനെ കൈകാര്യം ചെയ്യാൻ രക്ഷിതാവ് പാഞ്ഞെടുത്തു. കോപാന്ധനും രോഷാകുലനുമായ രക്ഷിതാവ് അക്രമാസക്തനായിട്ടാണ് കടന്നു വരുന്നത്.
ഡംസ്റ്ററുകൾ പുറത്തു കാട്ടി കടിച്ചു കീറാൻ പാഞ്ഞെടുക്കുന്ന ഹിംസ്ര ജന്തുവിനെ പോലെ അയാൾ ഓഫീസ് മുറിയിലെത്തി. വൃത്തിയും വടിവുമൊത്ത വേഷവിധാനമുള്ള സുസ്മേരവദനനും വശ്യവാചാലനുമായ അധ്യാപകൻ്റെ മൃദു സമീപനത്തിൽ രക്ഷിതാവ് വശംവദനാവുകയായിരുന്നു. 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ കയ്യിലൊരു അരിഷ്ടക്കുപ്പിയും ആയുർവേദ മരുന്നുകളുടെ നീണ്ട കുറിപ്പുമായിട്ടാണ് അയാൾ തിരിച്ചിറങ്ങിയത്. കുട്ടികളുടെ ബുദ്ധിശക്തിക്കും ആരോഗ്യ പരിചരണത്തിനും ശ്രദ്ധ നൽകുന്ന ഇത്തരം അധ്യാപകരെയാണ് നാടിനാവശ്യമെന്നാണ് അയാൾ പിന്നീട് കൂടി നിൽക്കുന്നവരോട് പറയുന്നത്. നിസ്സാര പ്രശ്നങ്ങൾ ഊതി വീർപ്പിച്ച് സമൂഹത്തിൽ അലോസരം സൃഷ്ടിക്കുന്നതിനു പകരം മനുഷ്യരെ വെറുക്കാതെ, വിദ്വേഷം പ്രചരിപ്പിക്കാതെ, ശത്രുതയുടെ കാരണങ്ങൾ തേടിപ്പിടിച്ച് അവയെ ഇല്ലായ്മ ചെയ്യാനുള്ള ശ്രമങ്ങളാണ് നമ്മൾ നടത്തേണ്ടത്. മനസ്സ് നല്ലതാണെങ്കിൽ സാഹചര്യങ്ങൾ അനുകൂലമായി ലഭിക്കുക തന്നെ ചെയ്യും. എത്രയൊക്കെ സൂക്ഷിച്ചാലും അപ്രതീക്ഷിത മാർഗത്തിലൂടെ പഴുതുകൾ തേടി കടന്നു വരും ശത്രുത. ശാന്തസുന്ദര സമീപനത്തിലൂടെ ശത്രുതയോട് സലാം പറയാൻ നമുക്കാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഇന്ന് ഞായറാഴ്ചയാണ്. പാഠശാലകൾക്കും പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും അവധി. അതിരാവിലെയുള്ള പതിവ് സഞ്ചാരം ഇന്ന് സ്റ്റേഡിയം ഭാഗത്തേക്കായിരുന്നു. സമയം 6 മണിയോടടുക്കുന്നേയുള്ളൂ. പതിവിന് വിപരീതമായി ഇവിടെ ധാരാളം വാഹനങ്ങൾ പാർക്ക് ചെയ്തതായി കണ്ടു. ശാന്തസുന്ദരമായി പുലർക്കാലത്ത് പരിസരത്തെ ആതുരാലയത്തിലെ ജീവനക്കാർ എന്തൊക്കെയോ കായിക മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നതിനുള്ള പുറപ്പാടിലാണ്. കർത്തവ്യങ്ങൾക്കും ഉത്തരവാദിത്വങ്ങൾക്കും ഇടയിൽ ലഭ്യമാകുന്ന ഇത്തരം സന്തോഷ മുഹൂർത്തങ്ങൾ തേടിയെത്തുന്ന ഒരു പറ്റം മനുഷ്യർക്കിടയിൽ നിന്നും പകർത്തിയ ചിത്രങ്ങളുമായി ഈ വീഡിയോ ഇവിടെ സമാപിക്കുന്നു. മലേഷ്യയിൽ നിന്നും ഫൈസൽ വടപ്പുറം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.